66-ാം സങ്കീർത്തനത്തിൻ്റെ 1-ഉം 2-ഉം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, സ്തുതിഗീതങ്ങളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എങ്ങനെ ആർപ്പ് വിളിക്കണമെന്ന വചനം പറയുന്നത്? ആഹ്ലാദത്തോടെ ആർപ്പ് വിളിക്കണം. അപ്പോൾ നമ്മുടെ മുഖം പ്രസന്നമായിരിക്കണം, സന്തോഷിക്കണം. ഈ വേളകളിൽ, സ്തുതി ആരാധന സമയങ്ങളിൽ നമ്മുടെ മേലുള്ള എല്ലാ അന്ധകാര പീഡകളും മാറും, ദൈവ ശക്തി കൊണ്ട് നമ്മൾ നിറയും. ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ മനോജ് തോമസാണ്. മനോജിനോട് ചേർന്ന് നല്ല ദൈവത്തെ സന്തോഷത്തോടെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നാം ഇപ്രകാരം ചിന്തിക്കാറില്ലേ, ഞാൻ ഒത്തിരിയേറെ കുറവുള്ള വ്യക്തിയാണ്, ദൈവം എന്നെ മാനിക്കുമോ? ഞാൻ ഇത്ര പാപത്തിൻ്റെ അഗാധമായ ഗർത്തത്തിൽ കഴിയുന്ന വ്യക്തിയല്ലേ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? ഞാൻ ഒത്തിരിയേറെ ബലഹീനനായ വ്യക്തിയല്ലേ, ദൈവം എന്നെ മാനിക്കുമോ? ഞാൻ എൻ്റെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയല്ലേ, ദൈവം എന്നെ ഏറ്റെടുക്കുമോ? ഞാൻ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയല്ലേ, ദൈവം എന്നെ സുഖപ്പെടുത്തുമോ? ഇത്രയേറെ പല പല ചിന്തകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്കിന്ന് നൽകുന്ന ഉത്തരമാണ് യോഹന്നാൻ 6:37. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകൾ എന്ത് തന്നെ ആയിരുന്നാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ്, ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്ന രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശിമിയോൻ പത്രോസിനോട് യേശു പറഞ്ഞു, ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുക. പത്രോസ് അതനുസരിച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ അന്ന് വരെ അവൻ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മത്സ്യത്തിന്റെ സമ്പത്ത് നൽകി കർത്താവ് അവനെ അനുഗ്രഹിച്ചു. പത്രോസ് മനസ്സിലാക്കി, തൻ്റെ അടുത്ത് നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ല, തൻ്റെ അടുത്ത് നിൽക്കുന്നവൻ ദൈവപുരുഷനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാനൊരു പാപിയാണ്. കർത്താവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ പത്രോസ് മനസ്സിലാക്കി, താൻ മീൻ്റെ ഗന്ധമുള്ളവനാണ്, മീൻ മണക്കുന്നവനാണ്, അനേക കുറവുകളുള്ളവനാണ്, പാപിയാണ്, ഞാനൊരു മുക്കുവനാണ്. തൻ്റെ കുറവുകളെ പറ്റി ചിന്തിച്ചപ്പോൾ സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായ സർവ്വസ്വരൂപിയായ കർത്താവിൻ്റെ മുൻപിൽ നിന്നപ്പോൾ അവൻ തൻ്റെ കുറവുകളെ കണ്ടുകൊണ്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ്റെ കാൽക്കൽ വീണപ്പോൾ കർത്താവ് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. മകനെ, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വേള നീ ഒരു വെറുക്കപ്പെട്ടവനായിരിക്കാം, ആർക്കും വേണ്ടാത്തവനായിരിക്കാം, നീ ഒരു ദരിദ്രനായിരിക്കാം, നീ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, നീ രോഗിയായിരിക്കാം, നീ ആ കടന്നു പോകുന്ന അവസ്ഥകൾ എന്ത് തന്നെ ആയിരുന്നാലും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ മാറോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് യോഹന്നാൻ 6:37. യോഹന്നാൻ 6:37. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കൽ വരുന്നവനെ, അവൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവനായാലും, ഏത് കൊടും പാപിയായിരുന്നാലും, എത്ര വൃത്തികെട്ടവനായിരുന്നാലും, ആരൊക്കെ അവനെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത, സ്നേഹിക്കുന്ന, മാറോട് ചേർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ബലഹീനത സമർപ്പിക്കുന്നു, എൻ്റെ കുറവുകളെ സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ.
കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ഏറ്റെടുക്കുന്ന കർത്താവ്, നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. ബലഹീനതയിൽ എനിക്ക് ബലമായി നിൽക്കുന്നവൻ, എന്നെ താങ്ങുന്നവനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ ശക്തിയായിടിച്ച് ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ചേർന്ന് പാടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കർത്താവിനെ നടത്തും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് ലീഹ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മുള്ളുണ്ട്, കർത്താവേ നീ മുള്ളെടുത്ത് മാറ്റണമേ. എന്നാൽ ഈശോ അവനോട് പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. എൻ്റെ ബലഹീനതയിലാണ് ഞാൻ ശക്തി പ്രകടിപ്പിക്കുന്നത്, നിന്റെ കുറവുകളിലാണ് ഞാൻ ശക്തി പ്രകടിപ്പിക്കുന്നത്. അതിനാൽ നിനക്ക് എൻ്റെ കൃപ മതി. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കരമുയർത്തി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ഈശോയുടെ സന്നദ്ധിലേക്ക് കടന്നു പോകുന്ന ഏതൊരുവനെയും മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ്റെ കുറവുകളും നോക്കാതെ, അവൻ എത്തരത്തിലുള്ള അവസ്ഥകളും നോക്കാതെ, അവൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ അവനെ സ്നേഹിക്കുന്നവനായ ദൈവത്തെ, നമ്മുടെ യഹോവയെ നമുക്ക് ആരാധിക്കാം. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും, നമ്മുടെ കുറവുകൾ നീങ്ങിപ്പോകും, നമ്മുടെ പാപത്തിൻ്റെ കെട്ടുകൾ അകന്നു പോകും. ആ യഹോവയെ നമ്മുടെ സന്നിധിയിലേക്ക് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ നിറഞ്ഞിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ നിറഞ്ഞിടും. ആമേൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. വിശ്വസിക്കാം. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കരമുയർത്തി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കരമുയർത്തി.
കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സാവധാനം നമുക്കിരിക്കാം. ഞങ്ങളുടെ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ കുറവുകൾ, ഞങ്ങളുടെ പോരായ്മകൾ എല്ലാം അവഗണിച്ച് അവിടുന്ന് ഞങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ എല്ലാം ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കൃപയാൽ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. കൃപയാൽ എൻ്റെ ജീവിത പങ്കാളിയെ നിറയ്ക്കണമേ. കൃപയാൽ എൻ്റെ വ്യക്തി ജീവിതത്തെ നിറയ്ക്കണമേ. ചേർന്ന് പാടാം. എന്റെ കൃപ നിനക്കുമതി ആമേൻ. കർത്താവിൻ തിരുവചനം ഓ ജീസസ്. എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി ആമേൻ. അതിശയമായി നടത്തിടും എന്നെ വഴി നടത്തുന്നവൻ. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു കൃപയാലേ, കൃപയാലേ ദൈവകൃപയാലേ, കൃപയാലേ കൃപയാൽ അനുദിനവും ആമേൻ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ആവർത്തിച്ച് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ആമേൻ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും